ഏകദേശം കണ്ടിട്ട് നല്ല നിറഞ്ഞ കൈഡിയാവാം. ഏറ്റവും സ്നേഹത്തോടെ അദ്ദേഹത്തെ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. വാം റൗണ്ട് ഓഫ് അപ്ലോസ്. നമസ്കാരം. നമസ്കാരം എല്ലാവർക്കും നമസ്കാരം. ഞാൻ എന്താണ് ഇവിടെ പറയേണ്ടതെന്നുള്ളതാണ് എനിക്കറിയാത്തത്. കാരണം ലാൽ സാറിൻ്റെയും അച്ഛനായിട്ട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്, മായയുടെയും അച്ഛനായിട്ട് ഞാൻ അഭിനയിച്ചു. ഇനി അപ്പുവിൻ്റെ അച്ഛനായിട്ടാണ് അഭിനയിക്കാനുള്ളത്. പിന്നെ അതിലുപരി എനിക്ക് ആൻ്റണിയുടെ മകൻ എന്ന് പറയുന്നത് നമ്മളുടെ മകൻ തന്നെയാണ്. നല്ല ആർട്ടിസ്റ്റാണ്. മായയുടെ പെർഫോമൻസിനെ പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല, കാരണം ബ്ലഡ് അതാണ്. അത് കുറവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിഷമിക്കേണ്ട ആവശ്യമുള്ളൂ. വളരെ തന്മയത്വത്തോട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. എന്താ പറയുക, സത്യത്തിൽ മായ അഭിനയിക്കുന്നതായിട്ട് തോന്നില്ല, ബിഹേവ് ചെയ്യുന്നതായിട്ട് തോന്നുള്ളൂ. അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. എന്താ പറയുന്നത്, എല്ലാ ആശംസകളും നേരെയാണ്. 7-ാം തീയതി തിയേറ്ററിലെത്തുമ്പോൾ ഒരു വൻ വിജയമാവട്ടെ തുടക്കം എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഒപ്പം എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് വീണ്ടും പ്രാർത്ഥിക്കുന്നു. എന്നെ ഈ സിനിമയിലേക്ക് ക്ഷണിച്ച ആൻ്റണി, ലാൽ സാർ, ജൂൺ മുരളി, മറ്റേതിൻ്റെ കൂട്ടത്തിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഒരിക്കൽ കൂടി എല്ലാ ആശംസകളും നേരുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച് സായി ചേട്ടൻ കൊടുത്ത അഡ്വൈസിനെ കുറിച്ചൊക്കെ ഓൾറെഡി വിസ്മയ ഇൻ്റർവ്യൂസിൽ പറയുന്നുണ്ടായിരുന്നു. ഒരാളെ കൂടെ നമ്മൾ ഈ ഒരു വേദിയിലേക്ക്, ആർട്ടിസ്റ്റുകളുടെ ആ ഒരു സെഷനിലേക്ക് നമ്മൾ വിളിക്കുകയാണ്. അതുവരെ വളരെ സൈലൻ്റ് ആയിട്ട് പോയൊരാൾ, നമ്മൾ ഡബിങ് ആർട്ടിസ്റ്റ് എന്നൊക്കെയാണ് ആളെ കേട്ടിട്ടുള്ളത്. അതുവരെ ഭയങ്കര സൈലൻ്റ് ആയിട്ട് പോയിട്ട് DSRയിൽ ഒരു ടെറിഫിക് പെർഫോമൻസ്. മനോജിന് എന്തായാലും കുറേ പറയാനുണ്ടാവും, ബിക്കോസ് വിത്ത് ദ ന്യൂ ജനറേഷൻ ആൻഡ്. നമസ്കാരം ചേച്ചി, നമസ്കാരം എല്ലാവർക്കും നമസ്കാരം. 1986 കാലഘട്ടത്തിൽ കോട്ടയം വഴി ഞാനും ഈ അജു, ഇന്ന് അജു ലാലേട്ടൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ലാലേട്ടൻ ഫാൻസ് അസോസിയേഷൻ വേണ്ടി നടന്നൊരു കാലമുണ്ട്. അന്ന് പോലെ ലാലേട്ടൻ്റെ അതിഭയങ്കര ഫാനാണ് ഞാൻ. അപ്പോൾ 90-ലൊക്കെ സിനിമയിലെത്തിയപ്പോൾ എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ലാലേട്ടൻ്റെ ഒരു സിനിമ അഭിനയിക്കാൻ പറ്റുമോ എന്നുള്ളത്. മമ്മൂക്കയുടെ കൂടെ തളപതിയിലൊക്കെ അഭിനയിച്ചു. പക്ഷേ 2000 എത്തി അത് സാധിക്കാൻ, രാവണ പ്രഭുവിലൂടെ. പിന്നീട് അങ്ങോട്ട് അദ്ദേഹത്തിലൂടെ ഏകദേശം 18 സിനിമ ചെയ്തു. പ്രണവ് സിനിമയിലെത്തിയപ്പോൾ ഞാനത് പ്രണവിൻ്റെ കൂടെ ഒരു സിനിമ കിട്ടിയെന്ന് കൊള്ളാം, ലാലേട്ടൻ്റെ അഭിനയിച്ചല്ലേ. പക്ഷെ പ്രണവിൻ്റെ ആദ്യത്തെ പടത്തിലില്ല, ജിത്തു വിളിച്ചില്ല. ഇത് അതിൻ്റെ റോളൊന്നും കാണില്ല കൊണ്ടേ. എനിവേസ് ആ പടം സൂപ്പർ ഹിറ്റായി. പിന്നെ അതിനുശേഷമുള്ളൊരു സിനിമയിൽ പ്രണവിൻ്റെ കൂടെ ഞാൻ അഭിനയിച്ചു. വിസ്മയ ഒരിക്കലും സിനിമയിലെത്തുന്നത് ഞാൻ പ്രതീക്ഷിച്ചില്ല. വിസ്മയുടെ വേറൊരു റൂട്ടായിരുന്നല്ലോ, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പ്രതീക്ഷിച്ചില്ല. പക്ഷേ വിസ്മയ സിനിമയിലെത്തിയപ്പോൾ ആദ്യത്തെ തുടക്കത്തിൽ തന്നെ എനിക്ക് അഭിനയിക്കാൻ സാധിച്ചു. വലിയ ഭാഗ്യമാണ്, മഹാഭാഗ്യമാണ്. ഒരു കുടുംബത്തിലെ 3 അംഗങ്ങളുടെ കൂടെ, അത് മലയാള സിനിമയിലെ ഏറ്റവും വലിയ സിനിമാ കുടുംബത്തിൽ 3 അംഗങ്ങളുടെ കൂടെ അഭിനയിക്കാൻ സാധിച്ചു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അച്ചീവ്മെൻ്റാണ്. ഈ അവസരം എനിക്ക് ഒരുക്കുന്ന ജോഡിനോട് ഒരുപാട് നന്ദി. എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ചങ്ക് ആൻ്റണി, ഒരുപാട് സന്തോഷം. ആൻ്റണി കുടുംബത്തിലെ അല്ലെങ്കിൽ ആശീർവാദത്തിലെ ഒരു അംഗം തന്നെയാണ് ഞാൻ. ആശീർവാദത്തിൻ്റെ ഏകദേശം 7-8 സിനിമകളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. നിങ്ങളുടെ തുടക്കം അതിഗംഭീരമാണ്. ആശിഷ് കലക്കിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ചില സീനൊക്കെ കണ്ടു. വിസ്മയ അസൽ ഇൻ്റർവ്യൂവിന് എന്താ പോപ്പുലാരിറ്റി, ഭയങ്കര കലക്കി കേട്ടോ. ഇൻ്റർവ്യൂവിൽ തന്നെ സൂപ്പർ ഹിറ്റാണ്. ഇപ്പോൾ ഇനി പടം ഇറങ്ങി അതിൻ്റെ അപ്പുറത്ത് ഹിറ്റായിരിക്കും കേട്ടോ. അപ്പോൾ രണ്ടുപേർക്ക് ഏറ്റവും വലിയ തുടക്കമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച് മനോജേട്ടാ. ശബ്ദം കൊണ്ടും അഭിനയ തികവ് കൊണ്ടും പതിറ്റാണ്ടുകളായിട്ട്